യെസ്, അതായത് സാരംഗ ഇതാ ഈ പ്രതികരണങ്ങൾ ശബരിനാഥിൻ്റെ പ്രതികരണമടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കൗൺസിലർ ആണ്. കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാനുള്ള ഇടം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ BJP വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതികരണത്തിനില്ല എന്ന് പറയുമ്പോൾ പോലും VV രാജേഷ് മേയറായതിനു ശേഷം ചില ചടുലമായ നീക്കങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ, ആ ബസ്സുകൾ മറ്റു മേഖലകളിൽ അടക്കം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം സിറ്റിക്ക് അനുവദിച്ച ബസ്സാണ് എന്നും അത് സിറ്റിക്കകത്താണ് ഓടേണ്ടത് എന്നുമുള്ള ചില അറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരം ആശയവിനിമയങ്ങളോ ഗതാഗത മന്ത്രിയുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ആ പദ്ധതിയും ആ ബസ്സുമൊക്കെ ചില നഗരങ്ങൾക്ക് മാത്രം ഇന്ത്യയിൽ ലഭിക്കുന്ന ബസ്സുകളാണ്, അത് മറ്റൊടുത്ത് ഉപയോഗിക്കേണ്ട ബസ്സുകളല്ല. അപ്പോൾ അത്തരം നിലപാടുകൾ, അതായത് ശ്രീലേഖ പറയുന്നതിൻ്റെ തുടർച്ച എന്ന നിലയിലേക്ക് കോർപ്പറേഷൻ ഭരണത്തിൽ BJPയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അഭിലാഷ്, തീർച്ചയായും. കാരണം അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഈ ഒരു തുടക്കത്തിൽ ഒരു ഫോൺ വിളിയിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു വിവാദം പിന്നീട് അത് ഒരു BJP കൃത്യമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം ഇതൊരു സ്വകാര്യ കെട്ടിടത്തിന്റെ കാര്യം, ഒപ്പം തന്നെ ഈ ഒരു ഓഫീസ് മുറിയുടെ കാര്യം, ഈ ഒരു VK പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു 101 കൌൺസിലർമാർക്കും മുറി അനുവദിച്ചുകൊണ്ട്, അതായത് മുറി കണ്ടെത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള കാര്യം ഒരു തീരുമാനത്തിൽ വന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു മുറിയിൽ ഇതിനു മുൻപ്, അതായത് നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച നിലവിലെ, അതായത് കഴിഞ്ഞ ടേമിലുണ്ടായിരുന്ന കൌൺസിലർ അടക്കം പ്രതികരിച്ചത് ആ മുറി തനിക്കും ഉപയോഗിക്കാൻ വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. കാരണം ബാത്റൂമിലാണ് ഫയലുകളിൽ സൂക്ഷിച്ചിരുന്ന അലമാരകൾ ഉണ്ടായിരുന്നത്. വളരെ ചെറിയൊരു ദൃശ്യങ്ങളിലടക്കം വളരെ വ്യക്തമായിരുന്നു ആ ഒരു മുറിയിൽ ബുദ്ധിമുട്ടുകളുണ്ട് പ്രവർത്തിക്കുന്നതിന്. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ശ്രീലേഖ ഈ ഒരു VK പ്രശാന്തിനെ വിളിക്കുന്നു. പക്ഷെ ആ ഒരു ഫോൺ വിളി വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കുന്നു. പക്ഷെ അത് കൃത്യമായി BJP നേതൃത്വം പിന്നീട് ഉപയോഗപ്പെടുന്നു. കാരണം ഇത്തരത്തിലുള്ള ഓഫീസ് മുറികളും ഒപ്പം തന്നെ ഈ ഒരു ചർച്ചക്കടക്കം വഴിവെച്ചത് BJP അല്ലെങ്കിൽ VV രാജേഷിന്റെ കൃത്യമായ ഒരു രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ വാടക ഇനം മാത്രം നൽകുന്ന ചില കെട്ടിടങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്, അതായത് വർഷങ്ങൾക്ക് മുൻപുള്ള വാടക ഈ ഒരു എഗ്രിമെന്റ് നിലനിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അവിടെ നിന്നും കിട്ടേണ്ട വലിയൊരു തുക ഇപ്പോഴും ലഭിക്കുന്നില്ല. തുച്ഛമായ തുക മാത്രം, അതായത് ഒരു പേരിന് എഗ്രിമെന്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പേരിനുള്ള ചെറിയൊരു തുക മാത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ കെട്ടിടങ്ങൾ വാടക ഇനത്തിൽ നൽകിയിട്ടുമുണ്ട്. അതിലടക്കം ഒരു പരിശോധന ഉണ്ടാകും. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിറ്റി ബസ്സുകൾ, അത് അതായത് സിറ്റിക്ക് പുറത്ത് അല്ലെങ്കിൽ നഗരത്തിന് പുറത്തേക്കുള്ള സർവീസ് നടത്തേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ KSRTCക്ക് ലാഭം ഉണ്ടാക്കേണ്ടത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. കാരണം അവരുടെ ബസ്സുകൾ ഉപയോഗിച്ച് കൊണ്ടുവേണം അവർ ലാഭം ഉണ്ടാക്കാൻ എന്നടക്കമുള്ള കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് VV രാജേഷ് കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു തുടക്കം തൊട്ട് തന്നെ രാഷ്ട്രീയമായ ഒരു യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം നഗരസഭ എങ്ങനെയാണോ പോയത് അതിൽ നിന്നും മാറ്റി BJPയുടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുഖച്ഛായ മാറ്റുന്ന അല്ലെങ്കിൽ വികസനത്തിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ, അതായത് ഒരുപാട് കാലം ഇടത് കോട്ടയിൽ തുടർന്ന് വന്നിരുന്ന പല കാര്യങ്ങളും പൊളിച്ചെഴുതാനുള്ള ഒരു നീക്കമായിട്ട് തന്നെ ഇത് കാണണം അഭിലാഷ്. യെസ്, എന്തായാലും BJP ആദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നു. അത് തിരുവനന്തപുരം തന്നെയാണ്. അതാകട്ടെ തലസ്ഥാന നഗരിയാണ്, ഒപ്പം ഭരണസിരാ കേന്ദ്രം കൂടിയാണ്. അവിടെ BJP അധികാരത്തിൽ ഏറുമ്പോൾ ചില മാറ്റങ്ങൾക്ക് BJP തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ വരും ദിവസങ്ങളിലടക്കം അത് സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ കേന്ദ്ര പദ്ധതികളിൽ അടക്കം വകമാറ്റുന്നതിന് ഒരുക്കമല്ല BJP. അത്തരം പദ്ധതികൾ കൃത്യമായി സംസ്ഥാനത്ത് നടപ്പിലാക്കാനും അത് ജനങ്ങളിലേക്ക് ഉയർത്തിക്കാണിക്കാനുമൊക്കെയുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വട്ടിയൂർക്കാവിലെ MLAയുടെ ഓഫീസ് അത് ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ അവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ്റെയൊക്കെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അതിന് നൽകുന്ന വാടക എത്രയാണ്, ഇതാരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വാടകയ്ക്ക് നൽകുന്നത് എന്ന ചർച്ചയൊക്കെ നടക്കുമ്പോൾ തന്നെ MLA എന്തിനാണ് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക്, അതായത് 300 സ്ക്വയർ ഫീറ്റോളം സ്ഥലം, ഏതാണ്ട് 800ഓളം രൂപ പ്രതിമാസ വാടക എന്നതൊക്കെ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോൾ MLAമാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ടുള്ള ചർച്ചയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് കേരളത്തിലെ MLAമാർക്കാണ് ഏറ്റവും കൂടുതൽ തുക ഒരു മാസം ലഭിക്കുന്നത് എന്ന ആരോപണം ആണ്. അത് ശരിയാണോ എന്നതാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു പോകുന്നത്. MLAമാർക്ക് തീർച്ചയായും ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. അത് ശമ്പളത്തിന് പുറമെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. ശമ്പളം എന്നത് പൊതുവെ ജനപ്രതിനിധികൾക്ക് കുറവാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കഴിഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക്
വളരെ കുറഞ്ഞ തുക മാത്രമാണ് ലഭിക്കുക. ഏതാണ്ട് 8,000 രൂപ എന്ന നിലയിലൊക്കെയാണ് പ്രതിമാസം ലഭിക്കുക. അത് നമുക്കറിയാം, ഒരു ദിവസത്തെ ഡിവൈഡ് ചെയ്താൽ, അതിന് 30 ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം ലഭിക്കുന്ന തുക എന്നത് അത്രമേൽ കുറവാണ്. കാരണം ആ ജോലി എന്നത് രാഷ്ട്രീയത്തെ ഒരു ജോലിയായി കണക്കാക്കിക്കൊണ്ടല്ല, അവരുടെ ജോലിയോടൊപ്പം തന്നെ സേവനം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇനി MLA-മാരിലേക്ക് വരുമ്പോൾ MLA-മാർക്ക്, അതായത് ഒരു MLA-ക്ക് ഒരു മാസം ഏതാണ്ട് 70,000-ഓളം രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെയായി ലഭിക്കും എന്നതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ യാത്രാ ഭത്ത എന്നതുണ്ട്, അതായത് യാത്രയ്ക്ക് അലവൻസ് അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലും പുറത്തും ഇവർക്ക് റോഡ് യാത്രയാണ് നടത്തുന്നത് എങ്കിൽ കിലോമീറ്ററിന് 10 രൂപ എന്ന നിരക്കിലുള്ള ഒരു തുക MLA-മാർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ട്രെയിൻ യാത്രയ്ക്ക് ഇവർക്ക് പ്രത്യേകമായി ഫണ്ട് ലഭിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ക്ലാസ് AC-യിൽ 1 കിലോമീറ്ററിന് 1 രൂപ എന്ന നിലയിൽ ആണ് ഇവർക്ക് അലവൻസ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ MLA-മാർ ഉപയോഗിക്കുന്ന വാഹനം, ആ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് ഇവർക്ക് പ്രതിവർഷം 3 ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ MLA-മാർ ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ട്, അതിന് പ്രതിദിന അലവൻസ് ലഭിക്കുന്നുണ്ട്. ഈ ഔദ്യോഗികമായ ചടങ്ങ് കേരളത്തിനകത്താണ് എങ്കിൽ 1000 രൂപയാണ് ലഭിക്കുക, പുറത്താണ് എങ്കിൽ 1200 രൂപയാണ് ലഭിക്കുക. ഈ യോഗങ്ങളിൽ അടക്കം പങ്കെടുക്കുന്നതിന് വിമാനയാത്രാ കൂലിയായി ഇവർക്ക് ഒരു തുക നൽകുന്നുണ്ട്. അതായത് ഒരു വർഷം 50,000 രൂപയ്ക്ക് ഇവർക്ക് വിമാനയാത്രകൾ നടത്താം എന്നുള്ളതാണ് MLA-മാർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം. ഒപ്പം മെട്രോപൊളിറ്റൻ നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ നൽകുന്ന ആനുകൂല്യം എന്നത് 3,500 രൂപയാണ്. ഇതോടൊപ്പം തന്നെ ചികിത്സാ ചെലവ്, അതായത് MLA-മാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സാ ചെലവ്, അത് ഒരു അൺലിമിറ്റഡ് എന്ന് തന്നെ പറയാം. എത്ര രൂപ ആണ് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരാണ് വഹിക്കാറുള്ളത്. ഒപ്പം MLA-മാർക്ക് ഭവന വായ്പകൾ ലഭിക്കാറുണ്ട്. ആ ഭവന വായ്പകൾക്ക് വളരെ കുറഞ്ഞ പലിശയാണ് ഈടാക്കുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെയുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. ഒപ്പം പുസ്തകങ്ങൾ വാങ്ങുവാനുള്ള ആനുകൂല്യം ലഭിക്കാറുണ്ട്. ഏതാണ്ട് 15,000 രൂപയാണ് പ്രതിവർഷം ലഭിക്കുക. അതേസമയം മന്ത്രിമാരുടെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 97,429 രൂപയാണ് ഇപ്പോൾ ഒരു മാസം മന്ത്രിമാർക്ക് ലഭിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൽ ആണ് MLA-മാർ ഏറ്റവും അധികം തുക വാങ്ങുന്നത്. ഇത്രയും തുക വാങ്ങുന്ന MLA-മാർ ഈ തുച്ഛമായ തുകയ്ക്കൊക്കെ ഓഫീസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമുയരുന്നു. MLA-മാർക്ക് 2 സ്റ്റാഫുകളെ അനുവദിക്കാം സർക്കാർ ചെലവിൽ. അതിൽ 2 സ്റ്റാഫുകൾക്കുമായി 10,000 രൂപ 20,000 രൂപയാണ് അനുവദിക്കുകയും ചെയ്യുന്നത്. ഈ അലവൻസിൽ നിന്നുകൊണ്ട് വേണം MLA-മാർ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ. അവിടെയാണ് ഈ 70,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് എന്നത് വളരെ കൃത്യമായി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ തന്നെയാണ് കടമെടുക്കുന്നത്. MLA-മാർക്ക് അവരുടെ മാസശമ്പളം കുറവാണെങ്കിൽ അത് ജനങ്ങളുമായി സംവദിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, അവർക്ക് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ സാധിക്കാതെ പോകുന്നു. ഇപ്പോൾ 70,000 എന്നത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ വലിയ തുകയായൊന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇതേ MLA-യുടെ ഓഫീസ് കുറച്ചുകൂടി നഗരകേന്ദ്രീകൃതമാകുന്ന ഒരു പ്രദേശത്താണെങ്കിൽ പ്രതിമാസം എത്ര രൂപ വാടക നൽകണം എന്നുള്ളതും നമ്മൾ പറയാതെ പോകരുത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, കണക്കുകൾ പ്രകാരം കേരളത്തിലെ MLA-മാർക്കല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക പ്രതിമാസം ലഭിക്കുന്നത് എന്നത് തന്നെയാണ്. അത് തെറ്റായ വാദം ആണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ ഒരു പ്രചാരണം തന്നെയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും വളരെ ഉയർന്ന തുകയാണ് ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ജാർഖണ്ഡിലെ തന്നെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 2,90,000 രൂപയാണ് ഒരു MLA-ക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെയായി ഒരു സംസ്ഥാനത്തെ MLA-ക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ MLA-മാർക്ക് 2,60,000 രൂപ പ്രതിമാസം അലവൻസും മറ്റ് ഇനങ്ങളുമൊക്കെയായി ലഭിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ ഏതാണ്ട് 2,50,000-ഓളം രൂപ ഒരു മാസം ലഭിക്കുന്ന സാഹചര്യം ആണുള്ളത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ 8 സംസ്ഥാനങ്ങളിൽ പ്രതിമാസം 2 ലക്ഷത്തിന് മുകളിൽ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്ന MLA-മാർ ഉണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MLA-മാർക്കും മന്ത്രിമാർക്കുമൊക്കെ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നത് കേരളത്തിൽ ആണ് എന്ന വാർത്തകളും അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങളും തെറ്റാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.